നമ്മളിന്ന് പോയി കവർ ചെയ്യാൻ പോകുന്ന ഒരു ലൊക്കേഷൻ ഒരു റിസോർട്ടാണ്. ആ റിസോർട്ട് വളരെ ദൂരമൊന്നുമില്ല കാലിക്കറ്റ് സിറ്റിയിൽ നിന്ന്. ഇത് ജസ്റ്റ് 4 കിലോമീറ്റേഴ്സ് ഉള്ളൂ. സിവിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ നമുക്ക് ആ റിസോർട്ട് കാണാം. സോ നമ്മൾ നമ്മുടെ കസ്റ്റമറിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ ഒരു കസ്റ്റമർ ഒരു ഡോക്ടറാണ്. ഡോക്ടർ കുറേ നാളുകളായിട്ട് പുറത്ത് സെറ്റിൽഡ് ആണ്. സോ ഡോക്ടർ, വെൽക്കം ടു മാർബിൾ ഗാലറി ഷോ. സോ ഡോക്ടർ ഒന്ന് പരിചയപ്പെടുത്തോ, ഡോക്ടറിന്റെ വൈഫിനെ ഒന്ന് പരിചയപ്പെടുത്തോ. എൻ്റെ പേര് ഡോക്ടർ ചന്ദ്രൻ. ഞാൻ 43 ഇയേഴ്സ് അലൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് UAE-യിലായിരുന്നു. പിന്നെ 43 ഇയേഴ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം കംപ്ലീറ്റ് എവറിത്തിങ് ഐ ലെഫ്റ്റ് ആൻഡ് ദെൻ കേം ആൻഡ് സെറ്റിൽഡ് ഇൻ കോഴിക്കോട്. And your wife? Wife Indira Chandran. Indira is a Chandran. housewife. She is with me. അപ്പോൾ ഡോക്ടർ, ആക്ച്വലി ഞാൻ നേരത്തെ ഡോക്ടറോട് ചോദിക്കായിരുന്നു, ഈ ഒരു പ്ലാൻ എനിക്ക് തോന്നുന്നു ആഫ്റ്റർ യു കെയിം ടു കേരള ആണോ അല്ലെങ്കിൽ നേരത്തെ തന്നെയായിരുന്നു? എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഒരു ഐഡിയ ആണ്. ഒരു 20 വർഷമായിട്ട് ഞാനൊരു വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടി അന്വേഷിച്ച് നടക്കായിരുന്നു. ബൈ ചാൻസ് വൺ ഫൈൻ മോർണിംഗ് ഐ കൻ സേ, പെട്ടെന്ന് ഒരു ബ്രോക്കർ വന്ന് കഴിഞ്ഞു പറഞ്ഞു, അത് പിറ്റേന്ന് അഡ്വാൻസ് കൊടുത്തു പോയി. വിതിൻ 1 വീക്ക് ഞാനത് രജിസ്റ്റർ ചെയ്ത്. സോ ആദ്യമേ നിങ്ങൾക്ക് ഈ ഒരു ഹോട്ടൽ തന്നെയായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റിസോർട്ട് ആയിരുന്നോ പ്ലാൻ, അതല്ലെങ്കിൽ ഹോളിഡേ ഹോം? ഞങ്ങളുടെ ഫാമിലിക്ക് മകൾ എല്ലാവരും ഇവിടെ കോഴിക്കോട്ടുള്ളതുകൊണ്ട് അവർക്ക് വന്നാൽ ഒരു ഈവനിങ് എന്തെങ്കിലും ഒരു സൺഡേ അങ്ങനെ താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിഷ്യൽ പ്ലാൻ. സോ പിന്നെ എങ്ങനെ ഇത് ഹോട്ടലിലോട്ട് മാറി? റിസോർട്ടിലോട്ട് മാറി. ഇറ്റ് ഈസ് ഹോളിഡേ ഹോം ഓൺലി. ബട്ട് ഇത് വെറുതെ നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിൻ്റനൻസിന് പ്രോബ്ലം വരും. അപ്പോൾ സംബഡി ഷുഡ് ലുക്ക് ആഫ്റ്റർ, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടാണ്. പിന്നെ ഇത് വേറെ ആരെങ്കിലും വന്നാലും താമസിക്കാൻ കൊടുക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ അത് ലിസ്റ്റ് ചെയ്യാൻ. അപ്പൊ എത്രമാത്രം ഒരു പ്ലാനിങ്ങില് നിങ്ങൾ രണ്ടുപേരും ഇൻവോൾവ് ആണ് ഈ എൻറ്റയർ പ്രോപ്പർട്ടിയുടെ? 100% ഇൻവോൾവ്മെന്റ് ആണ് രണ്ടുപേരും. കുറെ തോട്ട്സും ഡിസൈൻസ് ഒക്കെ പോയോ? lot of അതുകൊണ്ടാണ് this will be unique. You will not find this type of ഒരു കൺസ്ട്രക്ഷൻ ഈ കോഴിക്കോട് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം കംപ്ലീറ്റ് സ്റ്റീൽ സ്ട്രക്ചറിൽ. സോ മാം, ഇതിനൊരു ടെക്നിക്കൽ ഡീറ്റെയിൽസ് കുറച്ച് എന്തൊക്കെയാണെന്ന് പറയോ മാമിന്റെ ഡിസൈനിലോട്ട് വന്നത്? ഇത് ഡിസൈൻ ചെയ്തത് ഡിസൈനർ മിസ്റ്റർ ജിൻഷോ ജോസ് ആണ്. ഹലോ. അപ്പൊ ഇതിന്റെ A to Z എവരിത്തിങ് ഞങ്ങൾക്ക് ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല ഇതുവരെയ്ക്കും. കംപ്ലീറ്റ്ലി എല്ലാ ഡിസൈൻസും എല്ലാം നോക്കിയത് ജിൻഷോ ആണ്. അപ്പൊ ജിൻഷോട് തന്നെ ബാക്കി നമുക്ക് ചോദിക്കാം. ഇതാണ് മിസ്റ്റർ ജിൻഷോ. അപ്പൊ ജിൻഷോ, ഒന്ന് നമ്മുടെ കസ്റ്റമേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തോ. എൻ്റെ പേര് ജിൻഷോ, അഡോറിയ ഡിസൈൻസ്, പറയഞ്ചേരിയാണ് ഓഫീസുള്ളത്, വീസോൺ കമേഴ്ഷ്യൽ കോംപ്ലക്സിൽ. ഡിസൈനിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ എൻ്റെ ഒരു പാർട്ണർ കൂടിയാണ് ഡോക്ടർ. ഡോക്ടറിൻ്റെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഗൾഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു നല്ലൊരു ഹോളിഡേ ഹോം പോലെ സാധനം സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രോപ്പർട്ടി പെട്ടെന്ന് കിട്ടിയ ഒരു പ്രോപ്പർട്ടിയാണിത്. തൊട്ടടുത്ത് വലിയ ദൂരമൊന്നുമില്ല, ഡോക്ടറിന്റെ വീട്ടിൽ നിന്ന് നടന്നു വരാൻ കുറച്ച് ദൂരം, 6 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് എപ്പോൾ വേണമെങ്കിലും പോയി വരാം. അങ്ങനെ കിട്ടിയ ഒരു പ്രോപ്പർട്ടി പെട്ടെന്ന് തന്നെ അഡ്വാൻസ് കൊടുത്തു. അങ്ങനെ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടറിന്റെ അടുത്ത് ഒന്നോ പറഞ്ഞിട്ടുള്ളൂ, ആരും ചെയ്യാത്ത ഒരു സംഭവങ്ങൾ കൊണ്ടുവരണം, എവിടെ ആൾക്കാർ കാണാൻ പാടില്ല, അങ്ങനെയുള്ള കുറേ ഇത് തന്നിരിക്കും. അന്നേരം അത് വല്ലാത്തൊരു ചലഞ്ചായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ഡിസൈൻസ് ഒക്കെ കുറേ ചെയ്ത് കൊടുത്തു. ഡോക്ടർ ഒരു 5-6 ഡിസൈൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ടൊന്നും ഡോക്ടറിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒന്ന് വന്നു, പിന്നെ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡലിലേക്ക് എത്തിയത്. നേരത്തെ പറഞ്ഞു കുറച്ച് ഈ ഡിസൈൻസിന്റെ ഉള്ള ചാലഞ്ചസ്. ഈ ഒരു ഡിസൈനിന്റെ പ്രത്യേകത എന്താണ്? പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതൽ ഡിസൈൻ്റെ അകത്ത് നമ്മൾ കുറെ ഇൻഡസ്ട്രിയൽ വർക്കുകൾ കുറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ട്രക്ചർ തന്നെ ഇൻഡസ്ട്രിയൽ വർക്കിലാണ് പോകുന്നത്. അങ്ങനെ വന്ന കുറെ ചലഞ്ചുകളുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ടും എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇതിന്റെ ഒരു ലുക്ക് വരാനുള്ള കാരണം മെയിൻ ഇൻഡസ്ട്രിയൽ വർക്ക് ഇതിൻ്റെ അകത്ത് കയറി എന്നുള്ളതാണ്. ഇത് കോൺക്രീറ്റ് ചെയ്താലോ അല്ലെങ്കിൽ വുഡിലേക്ക് വന്നാലോ ഇത്രയും നമുക്ക് ലുക്കായിട്ടും തിന്നായിട്ടുള്ള പൈപ്പിൽ വെച്ചിട്ടും ചെയ്യാൻ ഒരിക്കലും സ്ട്രെങ്തും ഉണ്ട്. സ്ട്രെങ്തിന്റെ കാൽക്കുലേഷൻ ഒക്കെ നോക്കി കഴിയുമ്പോൾ ഇൻഡസ്ട്രിയൽ വർക്ക് തന്നെയാണ് ഇതിലേക്ക് യോജിച്ചതെന്ന് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഡിസൈനും അങ്ങനെ തന്നെ ആ ഒരു ഇതിലേക്ക് മാറിയത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഡിസൈനിന്റെ യുണീക്നെസ് തന്നെ ഇത് മോസ്റ്റ് ഒരു ഇൻഡസ്ട്രിയൽ വർക്ക് ആൻഡ് സ്ട്രക്ചറിൽ തന്നെയാണ് ഈ ഒരു ഹോളിഡേ ഹോം റെഡി ആയത്. ഡോക്ടറിന്റെ ഹോളിഡേ ഹോം.
ഈ ഒരു ക്യൂട്ട് ഹോളിഡേ ഹോമിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊന്ന് റിലാക്സേഷൻ ചെയ്യണം, പെട്ടെന്നൊരു ക്വിക്ക് വീക്കെൻഡ് ബ്രേക്ക് എടുക്കണമെങ്കിൽ നമ്മൾ കുറേ ട്രാവൽ ചെയ്യാൻ മടിക്കണ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വേണ്ടാന്ന് വെക്കും. പക്ഷേ നിങ്ങൾക്ക് കാലിക്കറ്റ് തന്നെ ജസ്റ്റ് 4 കിലോമീറ്റേഴ്സ് അടുത്ത് തന്നെ പോർക്കാട്രി തന്നെയാണ് ഈ ഒരു ഹോളിഡേ ഹോം. ഇതൊരു ക്യൂട്ട് എ ഹോം എവേ ഫ്രം ഹോം കോൺസെപ്റ്റ് തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ പൂളുണ്ട്. ഇതൊരു 15 സെൻറ്റ് ഏരിയയിലാണ് ഈ കംപ്ലീറ്റ് ഹോളിഡേ ഹോം അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അവർ ശരിക്കും സ്പേസ് യൂട്ടിലൈസേഷൻ നന്നായിട്ട് നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ തന്നെയാണ് പാർക്കിംഗ് വന്നേക്കുന്നത്. പിന്നെ ഇതിന് കുറച്ച് പ്രൈവസി ഒക്കെ കിട്ടാൻ, ഫാമിലിയൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പ്രൈവസി കിട്ടാൻ വേണ്ടി അവരൊരു കംപ്ലീറ്റ്ലി ഒരു ഗാർഡൻ പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റുമോ? ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലെല്ലാം ഹൈലൈറ്റ് പ്രോബബ്ലി ദിസ് ഇസ് ദ റിയൽ വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടി. യെസ്, എന്ന് പറഞ്ഞാൽ റിവർ എഡ്ജ് എന്ന് പറഞ്ഞാൽ റിവർ എഡ്ജ് തന്നെയാണ്. എഡ്ജ് തന്നെ വീഴും വെള്ളത്തിലേക്ക്. സോ ദാറ്റ് ഈസ് വൺ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്ലി it is very close to the city also, though it is Silvana ambience. Number 2, പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്, പൂളുണ്ട്, പിന്നെ 3 റൂംസ് ഉണ്ട്, pool is there, swimming pool is there. Okay. So breakfast option you have here as a complimentary thing, and lunch and dinner it will be provided as per the request of the clients. ഈ ഒരു റൂമിന് പ്രത്യേകതയുണ്ട്, അതെന്താണ് ജിൻഷു തന്നെ പറയും. പക്ഷെ ഈ പേരെന്താ ജിൻഷു? ഇത് റിവർ എഡ്ജ് ആയതുകൊണ്ട് ഇതെല്ലാം പേര് എല്ലാ റൂമിനും ഓരോ റിവറിന്റെ പേരാണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് നൈല്, ഇത് ഫാമിലി റൂമാണ്. ഇതൊരു കംപ്ലീറ്റ് സൂട്ട് റൂമാണ്. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ലിവിങ് ഏരിയ ഉണ്ട്. ഈ ലിവിങ് ഏരിയ ഇവിടെ തന്നെ ഒരു ചെറിയൊരു പാൻട്രി അല്ലേ, നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു രീതിയിൽ കോഫി ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയത്, ചെറിയ ബേബീസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലേ അവിടെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ ഒരു ചെറിയൊരു പാൻട്രി ഉണ്ട്. അതേപോലെ തന്നെ ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ റൂമിലോട്ട് വരാണെങ്കിൽ ബെഡ്റൂം, ബാത്റൂം, കംപ്ലീറ്റ്ലി ഒരു ഫാമിലിക്ക് കംഫർട്ടബിൾ ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഹോളിഡേ ഹോം. അതേപോലെ തന്നെ നമുക്ക് ഈ റൂമിൽ നിന്ന് ഒരു നല്ലൊരു ബാൽക്കണി ഉണ്ട്. ഓക്കെ, ഈ ഒരു ബാൽക്കണി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഈവനിങ്സ് 2 ചെയറൊക്കെ ഇട്ട് ഇരിക്കാം. മോർണിംഗ് ആണെങ്കിലും ഒരു നല്ലൊരു വ്യൂ ആണ് പുറത്തോട്ട്. ഭയങ്കര കാം ആൻഡ് റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയർ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ മുകളില് 2 റൂംസ് ആണുള്ളത്. ഓക്കെ, ഇതിന്റെ അത്രയും വലുപ്പമില്ല, ചെറിയ 2 റൂംസ് ആയിട്ട് നമ്മൾ മാറ്റിയെടുത്തേക്കും. ഓക്കെ, അത് കൂടി നമുക്ക് കാണാം. അതിനും പേരുകളുണ്ടോ? തീർച്ചയായും. അപ്പൊ രണ്ടിനും വേറെ വേറൊരു പേരുകളും ഉണ്ട് അല്ലെ? ഇത് ശരിക്കും നല്ലൊരു ഓപ്ഷൻ ആയി പോയി കേട്ടോ. 2 ബെഡ്റൂം അപ്പുറത്ത് കൊടുത്തു. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു കണക്റ്റിംഗ് പോലെ, ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കണക്റ്റിംഗ് റൂം ആയി ഈ ഒരു ഓപ്ഷൻ. ബിക്കോസ് ഇതിങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു ബെഡ്റൂം ആണ്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസും ഇതും സെയിം ആണ്. ഇവിടെ ഇതിലും ഉണ്ട് ഒരു ബാൽക്കണി. ഇതിനൊരു സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞാൽ എല്ലാ ബെഡ്റൂംസിലോട്ടും നമുക്ക് വ്യൂ കിട്ടും. ഇപ്പൊ ആർക്കും ഒരു കംപ്ലൈന്റ് ഇല്ല ഞങ്ങൾക്ക് വ്യൂ കിട്ടിയില്ല എന്ന്, അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഇല്ല. 3 ബെഡ്റൂംസിനും നല്ല വ്യൂ ഉണ്ട്, റിവർ സൈഡ് വ്യൂ. ഇത് 3rd റൂമിന്റെ ബാൽക്കണിയാണ്. ഈ ബാൽക്കണിയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇതൊരു കംപ്ലീറ്റ് പാത്വേ ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് വരെ കംപ്ലീറ്റ്ലി ഇവിടേക്കൊരു ബാൽക്കണിയാണ്. അപ്പോൾ ഒരു ലാർജർ ക്രൗഡ് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ പ്ലേസ് ആണ്. ഹോൾ ഫാമിലി മെമ്പേഴ്സ് വരാണെങ്കിൽ, എസ്പെഷ്യലി ഒരു വലിയ കുടുംബം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയൊരു പെർഫെക്റ്റ് ഹോളിഡേ ഹോമാണ് ഇത്. ഒന്നാമത് നല്ല പ്രൈവസി ഉണ്ട്, നല്ലൊരു കാം പ്ലേസിലാണ്. നിങ്ങൾക്ക് എന്നാൽ പിന്നെ സിറ്റിയിൽ ദൂരമാണെന്ന് വെച്ചാൽ അതുമില്ല, ജസ്റ്റ് ഒരു 4 കിലോമീറ്റേഴ്സിന് ഉള്ളിലോട്ട് തന്നെ കാലിക്കറ്റ് സിറ്റി തന്നെ വരുന്നുണ്ട്. അത് മാത്രമല്ല നമുക്കൊരു ചെറിയ ഇവന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഒരു ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ ഒരു ഹൽദി ഫാമിലി ഗെറ്റ് ടുഗെദേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ഹോമാണ്. ബിക്കോസ് നിങ്ങൾക്ക് നല്ലൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു പൂളുണ്ട്, കുട്ടികൾക്ക് വേണ്ടി ഒരു പൂളുണ്ട്, ഒരു ചെറിയൊരു ബാസ്കറ്റ് ബോൾ ത്രോ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട്. അതേപോലെ ബാർബിക്യൂ അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ബാർബിക്യൂ അറേഞ്ച് ചെയ്യാം. ഇനി കുറച്ച് പാട്ടൊക്കെ ഇട്ട് എല്ലാവർക്കും ഒരു ചെറിയ ഡാൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ അതിനൊരു ഏരിയ ഉണ്ട്. ആ രീതി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹോളിഡേ ഹോം ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആണ് നിങ്ങൾക്ക്.
ഇതിന്റെ കംപ്ലീറ്റ് ഒരു 100% പർച്ചേസ് നടത്തിയേക്കുന്നത് മാർബിൾ ഗാലറി എന്നാണ്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഞങ്ങൾക്ക് പറയാം. ഇത് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വന്ന സോണി ആയിരുന്നു. ഓക്കെ. ഞാൻ മാർബിൾ ഗാലറി ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തൊരു ആവശ്യത്തിന് പോയാലും ടൈലാണെങ്കിൽ ടൈല്, പ്ലംബിംഗ്, അതായത് ബാത്റൂം ഫിറ്റിങ്സ് എന്താണെങ്കിലും നമുക്കെല്ലാം ഒരു ഷോപ്പിൽ നിന്ന് തന്നെ സാധനം കിട്ടും. അത് ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യം. നമുക്ക് വെച്ചാൽ ക്ലയൻറ്റിനാണെങ്കിലും അത് ബുദ്ധിമുട്ട് വരില്ല, വേറെ സ്ഥലത്ത് പോകേണ്ട ആവശ്യം വരില്ല. എല്ലാ പ്രൊഡക്ട്സും നിങ്ങളുടെ അടുത്ത് ഉണ്ട്. അതിപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പം ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ക്ലയന്റ് വന്നിരുന്നോ ഷോപ്പില്? ക്ലയന്റ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം വന്ന് ജസ്റ്റ് ഒരു ഇത് തന്നു ടൈലിന്റെ ഐഡിയകളൊക്കെ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞു കൊടുക്കണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയെല്ലാം ഞാൻ തന്നെ എടുത്തെടുത്ത് പോരും. എനിക്ക് ഞങ്ങളുടെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ക്ലയന്റും കൂടിയാണ് അല്ലേ? കുറെ നാളുകളായിട്ട് നമ്മുടെ കൂടെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് തന്നെ ആണ് ഇപ്പോഴും. സോ ഞങ്ങള് താങ്ക് യു സോ മച്ച്. എനിക്ക് ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടി വന്ന് കവർ ചെയ്യാനും നല്ലൊരു കസ്റ്റമർ ആ കപ്പിൾസായിട്ട് സംസാരിച്ചപ്പോൾ ഫീൽ ചെയ്തൊരു വോംത്ത്, അങ്ങനെ ഒരു കസ്റ്റമറിനെ പരിചയപ്പെടാൻ പറ്റിയ ഒരു ഭാഗ്യം എല്ലാം കൂടിയിട്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു. So thank you so much for watching Marble Gallery Show. Till we meet next, thank you so much.